ഹലോ, നമസ്കാരം. ഓക്കെ. ഞാൻ ഒരു വാർത്ത കണ്ടിരുന്നു. അതിന്റെ സത്യാവസ്ഥ അറിയാനാണ്. നമ്മുടെ ഈ ഷെഫീന ബീവിയും ഈ പറയുന്ന ജാമ്യനും തമ്മിലുള്ള ഒരു ന്യൂസ് കൊടുത്തിരുന്നു. റിജു ആണ് അത് കൊടുത്തിരിക്കുന്നത്. ആ. അപ്പൊ അതിൽ കോർട്ട് ഓർഡർ നിങ്ങള് കോർട്ട് ഓർഡർ ഉണ്ടാവും, നിങ്ങൾക്ക് കിട്ടിയിരുന്നോ? നിങ്ങളുടെ ന്യൂസ് വായിക്കുമ്പോ ഇവിടെ പറയുന്നു ഈ കോടതി കോർട്ട് ഓർഡർ പറഞ്ഞിട്ടുണ്ടെന്നാണ് ഇതിൽ പറയുന്നത്. അപ്പൊ ആ പറയപ്പെടുന്ന കോർട്ട് ഓർഡർ നിങ്ങൾക്ക് കിട്ടിയിരുന്നു. ഞാൻ അവിടെ വെബ്സൈറ്റ് നോക്കിയിരുന്നു. നമുക്ക് പബ്ലിക്കായിട്ട് അറിയാവുന്നല്ലേ, ഈ കോർട്ട് ഓർഡർ എന്ന് വെബ്സൈറ്റിൽ കാണാം. പക്ഷെ അങ്ങനെ ഒരു കോർട്ട് ഓർഡർ വന്നിട്ടില്ലല്ലോ. അപ്പൊ നിങ്ങൾ ഏത് കോർട്ട് ഓർഡറിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ന്യൂസ് കൊടുത്തിരിക്കുന്നത്? നോക്കുന്നുണ്ടോ? നിങ്ങൾ നോക്കൂ, കോർട്ട് ഓർഡറിന്റെ നമ്പറോ കാര്യങ്ങളോ പറയും. എന്റെ പേര് അരുൺ എന്നാണ്. ഓക്കെ, വേറെ എന്തെങ്കിലും അറിയാനുണ്ടോ? നിങ്ങൾ പബ്ലിക്കായിട്ട് ന്യൂസ് കൊടുക്കുമ്പോ പബ്ലിക്കായിട്ടുള്ള ഞാൻ കാര്യം പറയട്ടെ, നിങ്ങളൊരു പബ്ലിക്കായിട്ട് ഒരു ന്യൂസ് കൊടുക്കുമ്പോൾ അതിന്റെ അടിസ്ഥാനമാണല്ലോ, അടിസ്ഥാനത്തിന്റെ ഫോഴ്സാണ് ഞാൻ ചോദിച്ചത്. അപ്പോ അത് ബോധ്യപ്പെടുത്തേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. ഒരു പൗരൻ എന്ന നിലയിൽ അറിയേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ടല്ല നിങ്ങൾക്ക് ഈ മാധ്യമത്തിന്റേതായിട്ടുള്ള രജിസ്ട്രേഷൻ ചെയ്യാൻ കഴിയുന്നത്. അപ്പൊ ഒരു പൗരൻ എന്ന നിലയിൽ എനിക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, ഏത് കോർട്ട് ഓർഡറിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ ന്യൂസ് ചെയ്തിരിക്കുന്നത്? അതുപോലെ താഴെ പറയുന്ന എന്റെ കമ്പ്യൂട്ടറിൽ കാണാം, താഴെ പറയുന്ന രീതിയിൽ അടൂർ കോടതിയിൽ ഇതേപോലെ ഒരു സംഭവം ഉണ്ടായി എന്ന് പറയുന്നുണ്ട്. അത് ഞാൻ ആ കേസിനെ കുറിച്ച് പഠിച്ചപ്പോൾ പറയുന്നത്, അടൂർ കോടതിയിൽ ഷെഫീന ആ കേസ് തള്ളിപ്പോവുകയാണ് ചെയ്യുന്നത്. അത് മാത്രമല്ല, അടൂർ കോടതി പറഞ്ഞിരിക്കുന്നത് ഷെഫീന ഒരു ഓൺലൈൻ മാധ്യമ പ്രവർത്തകയാണെന്ന് വിധി വരികയും ചെയ്തിരുന്നതാണ്. അതിൽ ഷെഫീനയാണ് വിജയിച്ചിരിക്കുന്നത്. ആ ഷെഫീന വിജയിച്ച ആ കേസിനെ നിങ്ങൾ എന്ത് മാനിപ്പുലേറ്റ് ചെയ്തിട്ടാണ് നുണ പറഞ്ഞിരിക്കുന്നത്? ഇതാരാ പറഞ്ഞത് നിങ്ങൾക്ക്? ഈ പറഞ്ഞ അഡ്വക്കേറ്റ് ആണോ? അഡ്വക്കേറ്റിൽ നിന്ന് കിട്ടിയ വിവരങ്ങളാണോ ഇതൊക്കെ? ഈ പറയുന്ന ഹലോ, നിങ്ങൾ കേൾക്കുന്നുണ്ടോ? നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഈ വിവരം കിട്ടിയത്? എന്ത് സോഴ്സാണ് നിങ്ങൾക്ക് കിട്ടിയത്? ഞാൻ ഇവിടെ വെബ്സൈറ്റ് നിങ്ങൾ അടിച്ചു നോക്ക്. ഈ ഓൺലൈൻ പോർട്ടൽ അറിയാലോ, കോടതിയുടെ ഓൺലൈൻ പോർട്ടലിൽ അടിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നില്ലല്ലോ. കോടതി വിധി കാണാൻ കഴിയുമല്ലോ നമുക്ക്. അരുൺ നായർ. ഹലോ, അല്ല ഞാൻ ഈ ഡോക്യുമെന്റ് നോക്കിട്ട് അല്ല, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വിളിക്കാം, പ്രശ്നമില്ലല്ലോ. എപ്പോ വിളിക്കണം? നമസ്കാരം മാഡം, ഞാൻ മറുനാടന്റെ ഓഫീസിലേക്ക് വിളിച്ചിരുന്നു. അവർക്ക് കൃത്യമായി ഒരു ഉത്തരവില്ല. അവര് കിടന്ന് ഉരുളുകയാണ്. പിന്നെ അവര് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് വിളിക്കാൻ പറഞ്ഞു. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ വിളിച്ചു, നിരന്തരം വിളിച്ചു. ഏകദേശം ഒരു 10-15 പ്രാവശ്യം ഞാൻ ഓരോ മിനിറ്റും വൈകി വിളിച്ചു. അവർ എന്റെ ഫോൺ എടുക്കുന്നില്ല. കൃത്യമായി എനിക്ക് തോന്നുന്നത് ലാൻഡ് ലൈൻ നമ്പറാണ് അവരുടെ. അറിയാനുള്ള ഒരു കോളർ ID ഉണ്ടാവും. അതുകൊണ്ട് എന്റെ നമ്പർ കാണുന്നുണ്ടാവും. അതുകൊണ്ട് എന്റെ നമ്പർ അവർ സ്കിപ്പ് ചെയ്യാണ്. അവരെന്റെ നമ്പർ എടുക്കുന്നില്ല. അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കോർട്ട് ഓർഡർ നമ്മൾ വെബ്സൈറ്റ് ചെക്ക് ചെയ്തിട്ട് അങ്ങനെ ഇല്ല. അപ്പൊ അവർക്ക് അറിയാം ഇതൊരു ഫേക്ക്, അവർ പെടച്ചു വിട്ടതാണ് എന്നുള്ളത്. മറ്റുള്ളവർക്ക് വിളിച്ചു ചോദിക്കാവുന്നതാണല്ലോ. ഇനി ബാക്കിയുള്ളവർ വിളിച്ചു ചോദിക്കട്ടെ.